കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ കോട്ട ഉൾപ്പെടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് 5 മാസം. 20 വർഷം മുൻപ് ദിവസവേതനാടിസ്ഥാനത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിയമിച്ച കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. സാങ്കേതിക തടസ്സം പറഞ്ഞാണ് മാസങ്ങളോളമായി ഇവർക്ക് കൂലി നിഷേധിക്കപ്പെടുന്നത്. Gold and diamonds, Kerala and Karnataka, the glow of purity. 2016 ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി ശുചീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഇവർ നിയമിക്കപ്പെട്ടത്. കുടുംബശ്രീകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 21 വനിതകളെയായിരുന്നു പ്രാദേശികമായ തൊഴിൽ പരിഗണനകൾ കൂടി ഉൾപ്പെടുത്തി നിയമിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ പരിസര പ്രദേശങ്ങൾ, പള്ളിക്കര ബീച്ച്, ചന്ദ്രഗിരിക്കോട്ട തുടങ്ങി വിവിധ ഇടങ്ങളിലായിരുന്നു ഇവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ശേഖരിക്കുകയും പ്രദേശം ശുദ്ധീകരിക്കുകയുമായിരുന്നു ഇവരുടെ ജോലി. എന്നാൽ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്ന ഇവർക്ക് 5 മാസമായി കൂലി ലഭിക്കാത്തത് ഇവരുടെ ദൈനംദിന ജീവിതത്തെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. നമ്മൾ 5 മാസമായി നമുക്കിപ്പോൾ ശമ്പളം കിട്ടാതെ. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസം കൂട്ടുമ്പോൾ ഇത് 6 മാസം പറഞ്ഞു. ഇത് 5 മാസമായിട്ട് ശമ്പളം ഇല്ലാതെ നമ്മൾ ഭയങ്കര ദുരിത ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശമ്പളം കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പണിയെടുക്കാതെ പണിക്ക് വരാതെ ഒന്നും ഇതുവരെ ഇരുന്നിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. നമ്മൾ ബന്ധപ്പെട്ടവരോട് ഇത് സംബന്ധിച്ചിട്ട് ചോദിച്ചുകൊണ്ടേ ഉണ്ട്. അപ്പോൾ നമ്മൾ കളക്ടറെയും MLA-നെയും എല്ലാം പോയിട്ട് കണ്ടിട്ട് നമ്മളെ കഷ്ടപ്പാടെല്ലാം പറഞ്ഞിട്ട് അവർക്ക് നിവേദനം എല്ലാം കൊടുത്തതാണ്. അപ്പം ഇത് നമുക്കിപ്പോൾ നിലവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 13,500 ഇപ്പം നമുക്ക് 50 രൂപ കൂട്ടിയിട്ട് 15 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഇതുവരെ നമുക്കത് വാങ്ങാനുള്ള ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ 15,000 ശമ്പളം കൊണ്ട് ഒന്നും തികയില്ല എന്നിപ്പോൾ അറിയുന്നതല്ലേ. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കി കാര്യത്തിനും ആരോഗ്യ പ്രശ്നം എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ മൊത്തം കാസർഗോഡ് ജില്ലയിൽ 21 പേരുണ്ട്. അതായത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങൾ വൃത്തിയായി കാത്തു സൂക്ഷിക്കാം. അതായത് വേസ്റ്റ്, പിന്നെ ബീച്ചിലാണ് പ്രധാന പണി നമുക്ക്. നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ബേക്കൽ ഫോർട്ടിൻ്റെ റോഡ് സൈഡും മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ബീച്ചിൽ നിന്ന് വരുന്ന വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ ചന്ദ്രഗിരിയിൽ 3 പേര് ജോലി ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരം 2 പേര്, കാഞ്ഞങ്ങാട് 2 സൈറ്റ് ഉണ്ട്, അവിടെ ഈ 2 പേര്, പിന്നെ നീലേശ്വരം, ഐത്തലയിൽ 2 പേര്. അങ്ങനെ മൊത്തത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ 21 പേര് ജോലി ചെയ്യുന്നുണ്ട്. വകുപ്പുകളുടെയും പദ്ധതികളുടെയും സാങ്കേതിക നൂലാമാലകളാണ് 5 മാസത്തോളമായി താഴെത്തട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉപജീവന ബത്ത പോലും നിഷേധിക്കപ്പെടാൻ സാഹചര്യം ഒരുക്കിയത്. ലഭിക്കാനുള്ള കൂലി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും 20 വർഷമായിട്ടും തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിത്തുക വർദ്ധിപ്പിക്കണമെന്നുമാണ് ശുചീകരണ തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ബേക്കൽ.